ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടുവെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണെന്ന് കൊച്ചി NIA കോടതി. കാസർഗോഡ് IS കേസിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് സ്വദേശി റിയാസിനെ മുഖ്യപ്രതിയാക്കി NIA നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയുടെ ശിക്ഷയിന്മേലുള്ള വാദം നാളെ നടക്കും. ഗൂഢാലോചന, ഭീകര സംഘടനയിൽ അംഗമാവുക, ഭീകര സംഘടനയ്ക്ക് സഹായം ചെയ്യുക എന്നീ NIA ചുമത്തിയ 3 കുറ്റങ്ങളും പ്രതി റിയാസ് അബൂബക്കറിനെതിരെ തെളിഞ്ഞതായി കൊച്ചി NIA കോടതി വ്യക്തമാക്കി. പരമാവധി 10 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പ്രതി പദ്ധതിയിട്ടതടക്കമുള്ള NIA കണ്ടെത്തൽ കോടതി പരിഗണിച്ചു. റിയാസിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും. കാസർഗോഡ് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ 15 പേരെ കാണാതായതുമായി ബന്ധപ്പെട്ട് 2016 NIA കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിലെത്തി എല്ലാവരും ISൽ ചേർന്നെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യാസ്മിൻ, നിഷിദുൽ ഹംസഫർ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ശ്രീലങ്കയിൽ നടന്നതുപോലെ കേരളത്തിൽ പുതുവത്സര ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടെന്ന് കണ്ടെത്തി 3 പേരെ അറസ്റ്റ് ചെയ്ത് NIA പ്രത്യേക കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിൽ 2 പേർ പിന്നീട് മാപ്പുസാക്ഷികളായി. ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രധാന ഗൂഢാലോചന നടന്നത് കൊച്ചിയിലാണെന്നാണ് NIA കണ്ടെത്തൽ. പ്രതി റിയാസ് അബൂബക്കറിന്റെ ഫോണിൽ നിന്നും ISISുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അബ്ദുൾ റാഷിദിന്റെ വോയിസ് ക്ലിപ്പുകളുമടക്കം നിരവധി ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സ്വയം ചാവേറാകാനുള്ള ഒരുക്കത്തിനിടയിൽ 2019 റിയാസ് അറസ്റ്റിലായത്. ശ്രീലങ്കൻ ഭീകരൻ സഹറാന്റെ പ്രഭാഷണങ്ങളും വീഡിയോകളും ഇയാൾ പിന്തുടർന്നിരുന്നതായി NIA പറയുന്നു. സ്ഫോടന പരമ്പരകൾക്കായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സമൂഹ മാധ്യമങ്ങൾ വഴി പാലക്കാട് സ്വദേശിയായ റിയാസ് അബൂബക്കർ ശ്രമിച്ചതിന്റെ രേഖകൾ കേസിൽ തെളിവായുണ്ട്. യസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.